Hi. Good morning, guys. Good afternoon. Good afternoon. Welcome back to Sunday vlog. ഇന്നത്തെ സൺഡേയിൽ നമുക്കമ്മ ആയില്ലേ 11:51. Good morning. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നത്തെ സൺഡേയിലെ സ്പെഷ്യൽ അമ്മേൻ്റെ സോയ ബിരിയാണിയാണ്. അമ്മ ഫുൾ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നുണ്ട്, ചീറ്റി പോവോ പറഞ്ഞിട്ട്. ബിക്കോസ് ഞങ്ങൾക്ക് ഗ്യാസില്ല ഗൈസ്. ഞങ്ങളുടെ കുക്കിംഗ് ഒക്കെ നടക്കുന്നത് പറഞ്ഞു തിരിച്ചു കടിക്കാത്ത എന്ത് നമ്മൾ കഴിക്കും. ആ ഒരു മോട്ടിവേഷൻ അമ്മ വിട്ടിട്ടുണ്ട്. അപ്പം സോയ ബിരിയാണി എന്താവും നോക്കാം നമുക്ക്. വടക്കൻ സെൽഫിയില് അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ. ഇന്നലെ അമ്മേനെ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്തൊരു പായസം വെപ്പിച്ചു. ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയായിരുന്നെങ്കിലും പക്ഷേ അത് അമ്മ ബാലൻസ് ചെയ്ത് കൊള്ളായിരുന്നു. ഞാൻ പല്ല് കഴിച്ചില്ല, അതാണ് ബ്രഷ് കാണുന്നത് കേട്ട കയ്യിൽ. ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്തു, ചായ കുടിക്കുന്നു. റെഡി പീപ്പിൾസ്. കൊള്ളൂല പോലും. ഞാനിത് വീഡിയോയിലിടും. ഇഗ്നോർ ദ പാത്രം ഗൈസ്. ഇഗ്നോർ ദിസ് പാത്രം. ഇന്ന് താൻ പോകുന്നോണ്ടവിടെ തന്നെ ഇത്ര ഫീച്ചർ ചെയ്യുന്നത്. ഇനി എപ്പോൾ തന്നെ തിരിച്ചു കിട്ടുമോ അറിയില്ലല്ലോ. ബൂട്ടിയാ ബൂട്ടി. ഹായ്, വീണ്ടും ഹായ്. നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ചെയ്ത്. എന്താണ് നമ്മൾ ചെയ്തത്? മനസ്സിലാവോ നിങ്ങൾക്കറിയില്ല. ജനലിൻ്റെ പകുതി ഭാഗം ഞങ്ങൾ ബ്ലാക്ക് ചാർട്ട് വായിച്ചൊട്ടിച്ചു. രാവിലെ ആകുമ്പോൾ ഒടുക്കത്തെ സൂര്യനാണ് ഗൈസ്. ഒടുക്കത്തെ സൂര്യനാന്ന് മാത്രമല്ല, അത് കറക്റ്റ് കണ്ണിന് വന്നടിക്കും. ഉറങ്ങാൻ അനുവദിക്കുന്നില്ല എന്നെ 12 മണി വരെ. സ്ലീപ്പ് ഓവർ എനിത്തിങ്. ഇപ്പോൾ പകുതി വരെ ഒട്ടിച്ചിട്ടുള്ളൂ, ആസ് യു കെൻ സീ. ബാക്കി പകുതി നാളത്തെ സൂര്യൻ ഇങ്ങനെ വരുന്നതും കൂടി നോക്കി മൊത്തത്തിലടിച്ച് ഇരുട്ടാക്കണമെന്നുള്ള കൺഫ്യൂഷൻ കാരണം പകുതി ഇപ്പോൾ ഒട്ടിച്ചു. നോക്കിയിട്ട് ബാക്കി നാളെ ഒട്ടിക്കും ഞങ്ങളുടെ ബുദ്ധി. വിമാനം ഒരു പാക്കേജും കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് ഈ വീഡിയോയിൽ പെടുത്തണോ അടുത്തതിൽ പെടുത്തണോ എന്ന് ആലോചിച്ച് കൊടുക്കുന്നത്. എന്തായാലും പൊട്ടിച്ച് നോക്കട്ടെ എന്താ സാധനം വന്നത്. അമ്മയുടെ ബിരിയാണീൻ്റെ പ്രോഗ്രസ്സും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ ഇന്ന് സോയാ ബിരിയാണി ആക്കുവാണ്. അമ്മക്ക് കുറച്ച് പേടിയുണ്ട്, കാരണം ബിക്കോസ് അമ്മേൻ്റെ നോർമൽ ടൂൾസ് പാത്രങ്ങളൊന്നും ഇല്ലാത്തത് കാരണം. കാണിച്ചു തരാം ഞാൻ ഇതുവരെ. സോയ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, കടകൊള്ളാം. ഇത് അമ്മയുടെ ഉള്ളി, മല്ലിച്ചപ്പ്, തക്കാളി, അതമ്മ എന്തോ മസാല ഇടിച്ച് വെച്ചതാണ് ബിരിയാണിക്കുള്ളത്. ബിരിയാണി റൈസ് ആക്ച്വലി അമ്മ ആക്കിക്കൊണ്ടിരിക്കുന്നത്, അമ്മ പാത്രത്തിൻ്റെ ഷോർട്ടേജ് കാരണം സൈസിലെ പാത്രം ഇല്ലാത്തത് കൊണ്ട് ബാച്ചായിട്ടൊക്കെയാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടറിയാം ഇന്നത്തെ ബിരിയാണി എന്താവും. നമുക്ക് നല്ല ടെൻഷനുണ്ട്. അമ്മ മറ്റേ നെഞ്ഞ് കൈ വെച്ചിട്ട് ചീറ്റിപ്പോലെ എന്ന് പറഞ്ഞിട്ടാണ് ആക്കുന്നത്. കാരണം നെയ്യ്, അരി എല്ലാം എക്സ്പെൻസീവ് ആണല്ലോ. നോക്കാം. പൊട്ടിച്ച് നോക്കട്ടെ എന്താ വന്നതെന്നില്ല, അറിയുന്നില്ല. കുറച്ചധികം സാധനം ഓർഡർ ചെയ്തു. എന്ത് ചെയ്താണ്? ഓ, ബ്ലെസ് ക്ലബ് ജിം പാൻറ്. ഇത് ഒരു പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്ത് ഓടി തിരിച്ച് റിട്ടേൺ അടിച്ച് വേറെ സാധനം ഓർഡർ ചെയ്തതാണ്. എന്തുണ്ടാവും കണ്ട്. മണിയൻ ഇതിലെ കൂടെ തല വെക്കുന്നുണ്ട് ഗൈസ്. മണിയൻ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് കാലത്തേക്ക് എൻ്റെ വ്ളോഗിലോ എൻ്റെ ഷോർട്ടിലൊന്നും മണിയനെ കണ്ടില്ല എന്ന് വരും. എപ്പോൾ തിരിച്ചു വരുന്ന അറിയില്ല. അതെ അതെ, പാൻറ് മാറ്റി ഓർഡർ ചെയ്ത്. ബ്ലിസ് ക്ലബ് 1 day ഡെലിവറിയോ? ഇന്നലെ ഞാൻ ജിമ്മിൽ പോയ സമയത്തേക്ക് ബോധോദയം വന്നു, പാൻറ് വേറെ വേണം. ഞാൻ ഓർഡർ കൊള്ളാവോ? കളറ് കൊള്ളാം. കളറ് കൊള്ളൂല, ഇഷ്ടമില്ല. കളറ് കൊള്ളാം. ഫ്ലെയർ പാൻസ് ആണ് ഗൈസ്, ഫ്ലെയർ പാൻസ്. ഇതിൻ്റെ സെയിം ബ്ലാക്ക് സാധനം ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നു. ബ്ലാക്ക് എനിക്ക് ആദ്യം ഇഷ്ടമില്ല, പിന്നെ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇതും കൂടി വാങ്ങിച്ചു. ഞാൻ ആദ്യം ഈ കളർ പ്രതീക്ഷിച്ച്, അല്ല ഇതിനേക്കാൾ ഒരു ഡാർക്ക് കളർ പ്രതീക്ഷിച്ച് ബ്ലിസ് ക്ലബിൻ്റെ തന്നെ സ്ട്രെയിറ്റ് പാൻസ് വാങ്ങിച്ചു. ഓക്കെ, സ്ട്രെയിറ്റ് പാൻസ്. ബ്ലിസ് ക്ലബിൻ്റെ ഓൾറെഡി എനിക്ക് വേറെ 2 പാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ സൈസ് മീഡിയമാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഞാൻ സ്ട്രെയിറ്റ് പാൻസിന് സൈസ് മീഡിയത്തിൽ വാങ്ങിച്ചു. ഓക്കെ, സാധനം വന്നു.
ഇതിലും ദുരന്തം പിടിച്ച പാൻറ് ഞാൻ ഇട്ടിട്ടില്ല. പൊതുവെ ഞാൻ സ്ട്രേറ്റ് ഫിറ്റുള്ള ജീനൊക്കെ ഇടുന്നത്. സ്ട്രേറ്റ് ഫിറ്റ് ജീൻ എനിക്ക് ഇട്ട ഭംഗിയുള്ളൂ. അപ്പം ഞാൻ ഇതും സ്ട്രേറ്റ് ഫിറ്റ് ഭംഗി ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് വാങ്ങിച്ചത്. വാർഡ്രോബ് മാൽഫങ്ഷൻ മാത്രമാണ് ഇതിലുള്ളത്. അതിൻ്റെ വേസ്റ്റ് എനിക്ക് ലൂസാണ്. വേസ്റ്റ് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് അല്ല. നമ്മളെ ക്രോച്ച് പോയിന്റ് ഏരിയ മൊത്തത്തിൽ ലൂസായിരുന്നു. അത്രയും അബദ്ധം പിടിച്ച പാൻറ്. മണിയം വരെ പറഞ്ഞത് അബദ്ധം പിടിച്ച പാൻറ്റാണ് റിട്ടേൺ ചെയ്തത്. ബിക്കോസ് മണിയം പൊതുവെയൊക്കെ ചെറുങ്ങനെയൊക്കെ അബദ്ധമാണ്. മണിയം വരെയുള്ള സാല അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയും. ആ രീതിയിൽ ഞാൻ പറഞ്ഞത്. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനിടയിൽ കൂടെ നടന്നിട്ട് എൻ്റെ ഫേസ് ബ്ലർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മെനക്കെടാൻ വയ്യ കേട്ടോ. ഞാൻ ഫേസ് റിവീൽ അങ്ങ് ചെയ്തു തരും. അപ്പം അവിടെ ഞാൻ ആ പാൻറ് റിട്ടേൺ ചെയ്ത് അതേ പകരം ഫ്ലെയർ പാൻസ് വാങ്ങിച്ചതാണ്. ആകെ ഞാനും ഉണ്ട് 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിനകത്ത് ആകെ 10 ആളെ കാണുന്നില്ല. എന്നിട്ട് അമ്മ ചോദിക്കുന്ന 2 ആളെ കണ്ടില്ലല്ലോ. വാട്ട് ഇസ് ദ മാത്തമാറ്റിക്സ്? ഇതിട്ട് കാണിക്കണമെന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ വല്ല ഷോർട്സിലൊക്കെ ഇട്ടടിക്കും. ഇപ്പം പോയി കമൻറ്റ് ചെയ്തിട്ട് കാണിക്കണമെന്ന്. പിന്നെ ഒന്നാമത് ഐ ഡോണ്ട് ഹാവ് ദ സെറ്റപ്പ് ഗൈസ്. ഞാൻ എൻ്റെ കാല് പൊക്കി കാണിച്ചു തരാൻ പറ്റുന്ന ഇത്ര ഇതിൽ റിംഗ് ലൈറ്റ് ട്രൈപ്പോഡൊന്നും ഇല്ല. അതുകൊണ്ട് ഇട്ട് കാണിക്കാം. എന്തായാലും ബ്ലാക്ക് ഈസ് അപ്രൂവ്ഡ്. ഇത് അപ്രൂവ് ആയിരിക്കുന്ന വിശ്വാസത്തിൽ ഞാൻ എടുത്ത് വെക്കുന്നതാണ്. ഇട്ട് നോക്കണം ആഗ്രഹമുണ്ട്. ബൈ. ഇട്ട് നോക്കുന്നുണ്ട്. ബട്ട് ഞാൻ വീഡിയോയിൽ ഇട്ട് നോക്കുന്നില്ലെന്ന് ഉദ്ദേശിച്ചത്. സാധനം കൊള്ളാം. അപ്രൂവ്ഡ്. ഐ ആം ലൈക്കിംഗ് ദ ഫീൽ. ഇങ്ങനെ അമ്മ തൊഴിൽ കൊടുത്തു ഗൈസ്. സോയ ഒന്ന് വലിയ സോയ ആയതുകൊണ്ട് അതിനൊന്ന് ചെറിയ കഷ്ണാക്കി മാറ്റും. അത് കണ്ടതേ ഇല്ല ആൾക്കാരെടുത്ത് മാറ്റുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. എനിക്ക് ഇന്നെ പാൻസ് വാങ്ങാൻ തോന്നുന്നു. അഡിക്ഷനായി മാറിയിരിക്കുന്നു ഗൈസ്. എനിക്കൊരു കാവേൻ്റെ ഒരു പെർട്ടിക്കുലർ പാൻറ്റ് കണ്ടു വെച്ചാൽ അതിന് കണ്ണെന്ന് എനിക്കിങ്ങനെ മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ പാൻറ്റ് ഇനി ആ പാൻറ്റ് വാങ്ങുന്നവരെ എനിക്ക് തൊലയായിരിക്കും. അവർ ഗ്ലാസ് ഷീറ്റ് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിക്കാൻ വെച്ചത് പറ്റും. ഇവിടെ ഇങ്ങനെ വെട്ടൊട്ടിക്കുക പാൻറ്റ്. അത് കണ്ട് നിങ്ങളെല്ലാം പോയി വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് ആക്കരുത് കേട്ടോ. ആകെ 4 കാണുന്നില്ല. ഒറ്റ തരത്തിൽ ഇത് കാണിക്കുന്നത്. പക്ഷെ ഇത് കൊള്ളാം. എനിക്ക് അതിൻ്റെ ഒന്നിക്ക ചെറി കളറുണ്ട്. അതിൻ്റെ ഒരു റെഡ് ചെറി, അല്ലെങ്കിൽ അതിൻ്റെ റെഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിങ്ക് ആണെന്നുള്ള ഒരു റോസ് ചെയ്തൊന്നുണ്ട്. അത് എനിക്ക് അറിഞ്ഞൂടാ. അതും വേണം. അതുപോലെ ബേർഡ് ഐൻ്റെ ഒരു ബ്ലൂ പാൻസ് ഞാൻ കണ്ടായിരുന്നു. ഒരു ബ്ലൂ ബേർഡ് ഐ. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം മൊത്തം ജിം വെയറിൻ്റെ റെക്കമെൻഡേഷൻ മാത്രമേ വരുന്നത്. ഒന്ന് തോണ്ടി കൊടുത്തത് കൊണ്ട് ഇപ്പം മൊത്തം അത് മാത്രം. ഒന്ന് സോസി എന്ന് പറഞ്ഞിട്ട് ഏതൊരു ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ ഏതൊരു നല്ലൊരു കളർ ഞാൻ കണ്ടായിരുന്നു. ത്വര. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പാൻറ്റിന് ഒരു 1500 രൂപയാണ്. ഒരു 3 പാൻറ്റ് വാങ്ങുമ്പോഴത്തേക്ക് 5000 രൂപ കൊടുത്തു. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ കൺട്രോളിങ് മൈസെൽഫ്. എനിക്ക് കാവയുടെ പാൻറ്റ് വേണം. ചേച്ചിയോടെ സ്പോൺസർ ചെയ്യുക ചോദിച്ചു. എൻ്റെ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി പ്ലീസ് സ്പോൺസർ മീ കാവ പാൻസ്. ഇനി ഈ ബെഗിങ് തുടങ്ങേണ്ട സമയമായിരിക്കും. ചേച്ചി പ്ലീസ്. ഞാൻ വീഡിയോ കോളിൽ രഹസ്യമായി ഇറന്നു കഴിഞ്ഞു. ഇനി ഞാൻ പരസ്യമായി എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും ഒന്ന് ചേച്ചീനോട്. അതെ നിങ്ങൾ കാണുന്നവരെല്ലാവരും എൻ്റെ ചേച്ചീനോട് ഇതൊന്ന് വാങ്ങിത്തരാൻ വേണ്ടി ഒന്ന് കമൻസിൽ പറയണം പ്ലീസ്. ചേച്ചി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്പോൺസർ മീ കാവ പാൻസ്. I'm begging you. Transition shot or no? Jack. Under construction guys. Ready guys, കാണിച്ചില്ല ബിരിയാണി. ഈ ക്യാമറയിൽ ബിരിയാണിയുടെ സൗന്ദര്യം മനസ്സിലാവുന്നില്ല. ബട്ട് കാണാൻ കൊള്ളാം. നല്ല മണമുണ്ട്. എനിക്ക് തന്നിട്ട് അറിയിച്ചിരിക്കുന്നുണ്ട്. ഇതാരാ ഉണക്കി വെച്ചിടാ? ഓണാക്കല് യു ഗൈസ്. ബിരിയാണി കഴിക്കാൻ നമുക്ക് കുറച്ച് മതി. കുറച്ചധികം ഒരു ലോഡ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വേണം എടുത്തോളാം. നമ്മൾ ഒരുപാട് വെള്ളം കഴിച്ചു. അയ്യോ നമ്മൾ സ്പൂൺ എടുത്തില്ല. അച്ചാറിന് സ്പൂൺ എടുത്തില്ല. തൈര്
It's salad. ഓക്കെ സാലഡ് ഗായ്സ്, സാലഡ്. എനിക്ക് സാലഡ് കുറച്ചധികം വേണം. ഡോണ്ട് മൈൻഡ് മീ. കുറച്ച് അച്ചായനെ തരുമോ? കുറച്ചധികം അച്ചായനെ തരുമോ? ഒരു മുള്ളിട്ടത് താങ്ക് യു. Andy? ടേസ്റ്റ് ടെസ്റ്റിംഗ്. Hello. നല്ല ഇതെല്ലാം വന്നിട്ടുണ്ടോ മറ്റേ അപ്പം എന്തിനാ പേടിച്ചത്? തമ്പുരാൻ അറിയാം. കൊള്ളാം. കുറച്ചുകൂടി എരിവുണ്ടെങ്കിൽ എനിക്ക് എരിവ് ഇഷ്ടമായിരുന്നു. കുറച്ചുകൂടി എരിവുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ നമ്മളെ ബട്ട് കൊള്ളാൻ ബിരിയാണി മറ്റേ ഇതില്ലേ പെരുംജീരകത്തിന്റെ എല്ലാം ടേസ്റ്റ് തോന്നി. വേണമെങ്കിൽ ഒരു ദിവസം അമ്മേനെ കൊണ്ട് നമുക്ക് റെസിപ്പി ഇടിപ്പിക്കാം കേട്ടോ. പിന്നെ മെനക്കേട്ട പരിപാടിയാണ്. ഫുൾ കുത്തിന്ന് വീട്ടിലേക്ക് അത്ര എസ്തറ്റിക്കലി വീടെടുക്കാൻ അറിയൂല്ല. ബിരിയാണി അപ്പോഴും നല്ല അപ്പൊ ക്യൂട്ട്നെസ് മാറി തോന്നുന്നു. വന്നു ഗായ്സ്, വന്നു മാഡം ജി വന്നു. തിരുമ്പി വന്നിട്ടാണ് അന്നാ അമ്മച്ചി തിരുമ്പി വന്നാച്ച്. അമ്മാച്ചി തിരുമ്പി വന്നിട്ടാണ്. പെട്ടി പൊട്ടിക്കലാണ് ഗായ്സ്, അപ്പൂന്റെ പെട്ടി പൊട്ടിക്കൽ. വല്ലതും ഉണ്ടോ? ഇയാള് സീതാഫൽ വാങ്ങി, ഞാനും വാങ്ങി. ഓ ഇത് യെസ് സൺഫീസ്റ്റിന്റെ അല്ലേ മറ്റേതല്ലേ നിങ്ങളത്? വേഫർ റോൾ ഒന്ന് പൊട്ടിക്കാൻ തരണേ. പുട്ടുപൊടി വീണ്ടും ഗൈസ്, എനിക്ക് മണിന് തിന്നാൻ ക്യാഷ് കിട്ടിയിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം coconut oil. ഹൈലൈറ്റ് സാധനം കാണിച്ചില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറേണ്ടതായിരിക്കും മിക്കപ്പോഴും. ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മ സഞ്ചരിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് ആയതുകൊണ്ടും അതിൻ്റെ മെഡിസിൻസ്. ഇതെന്താ എള്ളുള്ളതോ? ഹെയർ ഗ്രോത്തിന് വേണ്ടി ഉണ്ടാക്കി. അതെന്തായാലും ഞങ്ങൾ കഴിക്കുന്നുണ്ടോ താൻ? ഓക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു സാധനം കൂടി കൊണ്ടുവന്നിട്ടായിരുന്നു കേരളത്തിൽ നിന്ന് സെക്യൂർ ആയിട്ട്. അമ്മ നീന്തപ്പഴം കഴിച്ച് നീന്തപ്പഴം खत्म बाय बाय टाटा.